ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജപ്പാനീസ് സ്കിൻ വൈറ്റനിങ് പാക്ക് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ്. 2 ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് തയ്യാറാക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ 2-3 ജപ്പാനീസ് സ്കിൻ വൈറ്റനിങ്ങിൻ്റെ റിവ്യൂ ഇട്ടിരുന്നു. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര ഈസിയാണ്. അതേപോലെ തന്നെ റിസൾട്ട് എന്ന് പറയുന്നത് മറ്റേ രണ്ടിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒറ്റ യൂസ് തന്നെ എത്രമാത്രം നിറം ലഭിക്കും എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ ലൈവായിട്ട് കാണാം. എന്നിട്ട് റിസൾട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ഇത് ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. ഇത് നിങ്ങൾക്ക് വീക്കിലി 2-3 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല റിസൾട്ട് തന്നെയാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 2 ടീസ്പൂണോളം അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി കുറച്ച് ഫൈനായിട്ടുള്ള അരിപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പച്ചരിപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ അരിപ്പൊടി 2 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ്. പാലിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് ഈ ഒരു പാക്ക് സ്റ്റിക്കായി നിൽക്കുന്ന രൂപത്തിലുള്ള കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അത്രയും പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂണ് പാലാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അത് കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ 2 സാധനം മാത്രമേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ റിമൂവ് ചെയ്യാനെല്ലാം നല്ല ഹെൽപ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളിത് ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇതൊരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഡെയിലി ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂല കേട്ടോ. നമ്മൾ പെട്ടെന്നുള്ള ഒരു കരുവാളിപ്പ് മാറാൻ വേണ്ടിയിട്ടെല്ലാം സഹായിക്കുന്ന ഒരു ബെസ്റ്റ് പാക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. പാലായാലും അരിപ്പൊടി ആയാലും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തായാലും കൈകളിലായാലും നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. നന്നായി ഒന്ന് ഫേസ് വാഷോ സോപ്പോ ഉപയോഗിച്ച് കഴുകിയെടുത്ത് തുടച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് നിങ്ങൾ വെച്ചാൽ മതി. 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഏകദേശം ഒന്ന് ഡ്രൈ ആയി കിട്ടും. പിന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളധികം സംസാരിക്കാൻ വേണ്ടി പാടില്ല. കാരണം ഇത് നമ്മുടെ മുഖത്ത് കിടന്ന് ഡ്രൈ ആകുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു വലിഞ്ഞു പിടിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാകുക. അങ്ങനെ വരുന്നേരം ഏതൊരു ഫേസ് പാക്ക് ഇട്ടാലും അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ചുളിവുകൾ വീഴാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് 2 മിനിറ്റ് സർക്കുലർ മോഷനിൽ താഴേന്ന് മുകൾ ഭാഗത്തായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 20 മിനിറ്റെങ്കിലും വെക്കുക. 20 മിനിറ്റ് ശേഷം നമുക്കിത് റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഉറപ്പായിട്ട് നിങ്ങൾ 2 മിനിറ്റ് സർക്കുലർ മോഷനിൽ മുഖത്തിൻ്റെ അതായത് താടിയുടെ ഭാഗത്തുനിന്ന് മേലോട്ടേക്ക് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. എന്നാലാണ് നമ്മൾ വിചാരിച്ച പോലത്തെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനിതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് കണ്ടോ, നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു വലിഞ്ഞു പിടിക്കുന്നത് പോലെ ഉണ്ടാവും. ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മുഖത്തിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചുളിവുകൾ വീഴാൻ സാധ്യത ഉണ്ട് എന്ന്. ഇനി നമുക്കിത് സാധാ നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാം. പിന്നെ ഇളം ചൂടുള്ള വെള്ളം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് റിസൾട്ട് കാണാം. റിസൾട്ട് എന്ന് പറയുന്നത് എത്ര ഇരുണ്ട കൈകളിലായാലും ഇനിയിപ്പം വെളുത്ത ആൾക്കാരിലായാലും 2 ഷെയ്ഡ് നിറം ഒറ്റ യൂസ് തന്നെ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് കൈ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നിങ്ങളെ മുന്നിൽ തന്നെ തുടച്ചിട്ട് കാണിച്ചു തരാം. ഇനി എൻ്റെ 2 കൈയും വെച്ചിട്ടുള്ള ഡിഫറൻസും കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ ഉള്ള നിറത്തിനേക്കാൾ ഒരു 2 ഷെയ്ഡ് നിറം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ യൂസ് തന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു മാസം കൊണ്ടെല്ലാം ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും. നമ്മൾ മുന്നേ ഇട്ട ജപ്പാനീസ് പാക്കെല്ലാം ഭയങ്കര ഇടങ്ങാറായിരുന്നു ഉണ്ടാക്കിയെടുക്കാൻ തന്നെ. പക്ഷേ ഇത് ഈസിയാണ്. എന്നാലും റിസൾട്ട് അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ 2 കൈയും വെച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും മറ്റേ കൈനേക്കാൾ 2 ഷെയ്ഡ് നിറം ഈ ഒരു കൈ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ, അതായത് അരിപ്പൊടിയും പാലെല്ലാം എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണ്, ഇപ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൈ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കയ്യിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ, നല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. നല്ല കളറും വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നുള്ള മുഖത്തുള്ള ടാനെല്ലാം മാറ്റിയെടുക്കാനും വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.